സ്വരാജിനെ കാത്തിരിക്കുകയാണ് നിലമ്പൂർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള റോഡ് ഷോ ആണ്. അവിടെ ആവേശം അലതല്ലുകയാണ് നിലമ്പൂരിൽ. സ്വരാജ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നലെ തന്നെ വലിയ ആവേശമാണ് അവിടുത്തെ ജനത കാട്ടിക്കൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷിയായ കുഞ്ഞാലിയുടെ നാട് മുദ്രാവാക്യങ്ങളിലേക്ക്. നിലമ്പൂരിലേക്ക് ഇതാ സ്വരാജ് എത്തുകയാണ്. ആ ട്രെയിൻ അവിടേക്ക് പ്രവേശിക്കുന്നു. മുദ്രാവാക്യം വിളികൾ കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സ്വരാജിന് സ്വീകരണം ഒരുക്കുകയാണ്. വലിയ റോഡ് ഷോ ആവേശം അലതല്ലുന്നു. LDFിലെ മുഴുവൻ കക്ഷികളും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കൊടികളും കാണാം. ജനത മുഴുവൻ അവിടേക്കാണ്, പ്രവാസലോകം അവിടേക്കാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആവേശം അലതല്ലുകയാണ്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് ഇതാ എത്തുന്നു. ആവേശോജ്വലമായ കാഴ്ചകളിലേക്ക്, റോഡ് ഷോയിലേക്ക്. വിവരങ്ങളുമായി ഷമ്മി പ്രഭാകർ, PV കുട്ടൻ എന്നിവർ ചേരുകയാണ്. സ്വാലിഹ് കൂടിയുണ്ട്. സ്വാലിഹ്, ആവേശം അലകടലായി അലയടിക്കുന്നു. M സ്വരാജ് അവിടേക്ക് എത്തുന്നു. സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ? അജിംഷാദ്, വണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. M സ്വരാജ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂരിലേക്ക് എത്തുകയാണ്. വലിയ ആവേശത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർ, CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച തീർച്ചയായും M സ്വരാജ് ഇതാ എത്തുകയാണ് ട്രെയിനിൽ. അവിടെ തിരുവനന്തപുരത്ത് നിന്നും ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂരിലേക്ക് ഇന്ന് രാവിലെ എത്തുന്നു എന്ന് സ്വരാജ് തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതാ ആവേശോജ്വലമായ സ്വീകരണമാണ് M സ്വരാജിന് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിൻ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ വലിയൊരു ജനതയാണ് കാത്തു നിൽക്കുന്നത്. മാത്രമല്ല, വലിയ കാത്തിരിപ്പുകൾ സ്വരാജിനായി കാത്തിരുന്നു. ആവേശത്തോടു കൂടിയാണ് അവർ, പ്രതീക്ഷകളോടുകൂടിയാണ് M സ്വരാജിനെ ആ മണ്ണ് സ്വീകരിക്കുന്നത്. ആ ആവേശോജ്വലമായ പ്രകടനങ്ങളുടെ ഒരു പരിചയം തന്നെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഇതാ M സ്വരാജിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പുഷ്പങ്ങൾ എറിഞ്ഞുമാണ്, കൊടികൾ ഉയർത്തി അവരുടെ പ്രവർത്തകർ, LDF പ്രവർത്തകർ, നിലമ്പൂർ ജനത M സ്വരാജിനെ വരവേൽക്കുന്നത്. M സ്വരാജിന് സ്വാഗതമരളിക്കൊണ്ട് ഇന്നലെ തന്നെ നിലമ്പൂരിലാകെ പോസ്റ്ററുകളും പ്രകടനങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സ്വരാജിന് ആവേശോജ്വലമായ സ്വീകരണമാണ് നിലമ്പൂർ ജനത നൽകുന്നത്. ഇന്നലെ തന്നെ നാം കണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകളിലോ ഉപതെരഞ്ഞെടുപ്പുകളിലോ ഒന്നും ഇത്രയേറെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആവേശം കണ്ടിട്ടുള്ള കാഴ്ചകൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്രയേറെ ആവേശമാണ്. M സ്വരാജിൻ്റെ പേര് പറയുന്ന ഘട്ടത്തിൽ തന്നെ LDF CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിലമ്പൂർ ആവേശത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് എടുത്തെറിയുകയായിരുന്നു. അവിടെ LDF പ്രവർത്തകർ മാത്രമല്ല, CPIM പ്രവർത്തകർ മാത്രമല്ല, അവരുടെ പാർട്ടിയുടെ അഭ്യുദയാകാംക്ഷികൾ, അവിടുത്തെ ജനതയൊക്കെ സ്വരാജിനെ പോലെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കിട്ടിയതിൽ വലിയ സന്തോഷമെന്ന് തെരുവിലാകെ, പ്രകടനങ്ങളിലാകെ, സാധാരണക്കാരാകെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പറയുന്നൊരു കാഴ്ച കൂടി കാണുന്നു. കാരണം ഈ അടുത്തിടെ ഒന്നും നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നാം കണ്ടതാണ്. അവിടെ ഒന്നുമില്ലാത്തൊരു ആവേശം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ സ്വരാജിനെ നേടാനായി, LDFിന് നേടാനായി, CPIMനെ നേടാനായി എന്നത് തന്നെയാണ് ഈ ഘട്ടം പറയുന്നത്. അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെ രൂപം കൊള്ളുന്നത്, ഇവിടെ കാണുന്നത്. കാരണം നിലമ്പൂർ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നിറങ്ങിയ സ്വരാജിനെ പൊതിയുകയാണ് നാട്ടുകാർ. ആവേശത്തോടു കൂടി പൊതിയുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്, പുഷ്പങ്ങൾ എറിഞ്ഞും കൊടികൾ വീശിയും അവർ സ്വരാജിന് സ്വീകരണം അരുളുകയാണ്. ആ സ്വീകരണം ഏറ്റുവാങ്ങിയത് സ്വരാജ് നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുന്നു. തൻ്റെ ജന്മനഗരം കൂടിയാണ്, അല്ലെങ്കിൽ ജന്മനാട് കൂടിയാണ് നിലമ്പൂർ. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബാലപാഠങ്ങൾ തീർത്ത ആ മണ്ണിലേക്ക് സ്വരാജ് ആവേശോജ്വലമായി ആ ജനതയുടെ പ്രതീക്ഷയായി അവിടേക്ക് എത്തുകയാണ്. LDF സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് SFIയിലൂടെയും DYFIയിലൂടെയും നിരവധി സമര പോരാട്ടങ്ങളിലൂടെയും ആവേശോജ്വലമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ കേരളത്തെ അടയാളപ്പെടുത്തിയ മഹാവ്യക്തിത്വം എന്ന് തന്നെ പറയാം. അത്രയേറെ ആവേശോജ്വലമായ യുവാവ് എന്ന അർത്ഥത്തിൽ തന്നെ സമാനതകളില്ലാത്ത സംവാദകൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം സ്വരാജിനെ
ജനങ്ങൾ ആവേശത്തോടെ വരവേൽക്കുകയാണ്. ഇതാ നോക്കൂ, നിലമ്പൂരിൽ എത്തിയിരിക്കുന്ന സ്വരാജിന് വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നാം പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു സ്വീകരണത്തിൻ്റെ അലകളാണ് അവിടെ ഉയരുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി നേരത്തെ തന്നെ അവിടെ കാത്തുനിന്ന ജനങ്ങൾ. പി വി കുട്ടൻ കൂടി അവിടെ ചേരുകയാണ്. പി വി കുട്ടൻ, സ്വരാജിന് നാം പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു സ്വീകരണമാണ് അവിടെ നൽകുന്നത്. അത്രയേറെ ജനങ്ങൾ ആവേശം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇത്രയേറെ ആവേശം നാം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു. തൻ്റെ രാഷ്ട്രീയ ബാലപാഠങ്ങൾക്ക് തുടക്കം കുറിച്ച തൻ്റെ ജന്മനാടായ നിലമ്പൂരിലേക്ക് തന്നെയാണ് നിലമ്പൂർ ജനതയുടെ ആവേശമേറ്റുവാങ്ങിയത് എം സ്വരാജ് എത്തിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് SFIയിലൂടെയും DYFIയിലൂടെയും നിരവധി വർഗസമരങ്ങളിലൂടെയും ഒക്കെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വം, രാഷ്ട്രീയ വ്യക്തിത്വം. മാത്രമല്ല, മതേതരത്വം അപകടത്തിൽപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ, കേരളമെന്ന ആശയം ഭീഷണി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ മതേതരത്വത്തിനും കേരളമെന്ന ആശയത്തിനുമായി ചൂണ്ടുവിരലോടുകൂടി മൂർച്ചയേറിയ ചാട്ടുളി വാക്കുകളുമായി രംഗത്തെത്തി ഈ ജനതയ്ക്കൊപ്പം, ഇവിടുത്തെ ആശയത്തിനൊപ്പം നിലനിന്ന വ്യക്തി കൂടിയാണ് സ്വരാജ്. അത് നമ്മൾ നിരവധി ഘട്ടങ്ങളിൽ കണ്ടതാണ്. അത് നമ്മൾ തെരുവിലും ചാനൽ ചർച്ചകളിലും പ്രസംഗവേദികളിലും സമരമുഖത്തും ഒക്കെ കണ്ടതാണ്. ആ അർത്ഥത്തിൽ പ്രവർത്തനം സാധ്യമാക്കിയ ഒരു വ്യക്തി. പാർലമെൻ്ററി രംഗത്തും തിരുപ്പൂണിത്തുറയിൽ നിന്ന് വലിയ അർത്ഥത്തിൽ നിയമസഭയിൽ എത്തി. നിയമസഭയുടെ മതിലുകളെ കിടുക്കുന്ന രീതിയിലുള്ള നിരവധി ചരിത്ര പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. പ്രവർത്തനങ്ങളിൽ, പാർലമെൻ്ററി പ്രവർത്തനങ്ങളിലും വലിയ രീതിയിൽ വിജയം സാധ്യമാക്കിയ വ്യക്തിയാണ്. അങ്ങനെ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ആശയ വ്യക്തതയിലും ഒക്കെ, സമര പോരാട്ടങ്ങളിലുമൊക്കെ പ്രവൃത്തിയുടെ പന്ഥാവിൽ വലിയ വിജയം, ഹൃദയപക്ഷ വിജയം തീർത്ത എം സ്വരാജ്. ആ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് തങ്ങളുടെ വലിയ ആശയമാണ്, തങ്ങളുടെ വലിയ ആവേശമാണ് എന്ന് ഇന്നലെ തന്നെ, അത് അവരുടെ CPIM പാർട്ടിക്കാർ മാത്രമല്ല, LDF പ്രവർത്തകർ മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരൊക്കെ സ്വരാജിനെ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്ന വാക്കുകൾ ഇന്നലെ കൈരളി ന്യൂസിലടക്കം വിവിധ മാധ്യമങ്ങളിലടക്കം കണ്ടതാണ്. അതിനൊന്നും അപവാദമാകാത്ത ഒരു സ്വീകരണ പരിപാടി തന്നെയാണ് തീർച്ചയായും നിലമ്പൂർ ജനത അവിടെ ഒരുക്കിയിരിക്കുന്നത്. സുസ്മിതവരതനായി എത്തുന്ന എം സ്വരാജിനെ ഹൃദയപുഷ്പങ്ങൾ കൊണ്ടാണ് നിലമ്പൂർ ജനത ഏറ്റുവാങ്ങുന്നത്, ഏറ്റെടുക്കുന്നത്. ഇനി ഞങ്ങളുടേതാണ് എന്ന അർത്ഥത്തിലുള്ള സന്ദേശം തന്നെയാണ് ആ ജനത കാണിക്കുന്നത്. നോക്കൂ, റെയിൽവേ സ്റ്റേഷൻ, ആ കൊച്ചു ഗ്രാമീണ സ്വഭാവമുള്ള റെയിൽവേ സ്റ്റേഷൻ ആകെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആവേശോജ്വലമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, കൊടികൾ വീശുന്നു. മാത്രമല്ല, CPIMൻ്റെ മാത്രമല്ല, LDFൻ്റെ ആകെ സമ്മേളനം അവിടെയുണ്ട്. കാരണം വിവിധ കക്ഷി പാർട്ടികളൊക്കെയും, LDFനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളുടെ ഒക്കെ കൊടികളും പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവിടേക്ക് ഒഴുകിയെത്തിയാണ്. അത്രയേറെ ആവേശം ആ ജനത സ്വരാജ് നൽകുകയാണ്. നോക്കൂ, സ്വരാജിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നു. അത് സാധാരണക്കാരാണ്, പാർട്ടി പ്രവർത്തകരാണ്, അഭ്യുദയകാംക്ഷികളാണ്. LDF പ്രവർത്തകർ മാത്രമല്ല, LDFൻ്റെ അഭ്യുദയകാംക്ഷികളും അടക്കം ആ നിലമ്പൂർ ജനത അവിടെ സ്വീകരിക്കുകയാണ്. നോക്കൂ, റെയിൽവേ സ്റ്റേഷൻ്റെ പാലങ്ങളൊക്കെ തിങ്ങി നിറയുന്ന തരത്തിലേക്കാണ്. ആ ആവേശമാണ് അവിടെ അലയടിക്കുന്നത്. അത് നിലമ്പൂർ ജനതയുടെ ആ ഹൃദയത്തിൻ്റെ പ്രതീക്ഷകൾ, ഹൃദയത്തിൻ്റെ സ്നേഹം ഒക്കെയാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ആ ജനനിബിഡതയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന സത്യവും അതുതന്നെയാണ്. എം സ്വരാജ് അവിടേക്ക് എത്തുന്നു. എം സ്വരാജ് ഒരു വ്യക്തിയല്ല, ഒരു ആവേശമാണെന്നാണ് ഇന്നലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലടക്കം നമുക്കത് വായിച്ചെടുക്കാവുന്നതാണ്. നിലമ്പൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും അവിടുത്തെ ഫീൽഡ് വർക്കിൽ, അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമ്പോൾ സ്വരാജിന് വലിയ മേൽക്കൈ സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ തന്നെ രൂപപ്പെടുന്നു എന്നുള്ളത് വായിച്ചെടുക്കുക. അങ്ങനെ നിലമ്പൂർ ജനത, കുഞ്ഞാലിയുടെ മണ്ണ്, രക്തസാക്ഷിയായ കുഞ്ഞാലിയുടെ മണ്ണ്. നോക്കൂ, MLA ആയിരിക്കെ, നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്തൊരു MLA ആയിരിക്കെ രക്തസാക്ഷിയാകേണ്ടി വന്ന രാജ്യത്തെ തന്നെ അപൂർവം സംഭവമാണ് കുഞ്ഞാലിയുടെ കാര്യത്തിൽ. ആ കുഞ്ഞാലിയുടെ മണ്ണാണ് നിലമ്പൂർ. ആ കുഞ്ഞാലിയെക്കുറിച്ച് പല ഘട്ടങ്ങളിലും നിരവധി മേഖലകളിൽ ഒക്കെയും ആ കുഞ്ഞാലിയുടെ പ്രസക്തിയെ ഒരു പ്രബോധനം പോലെ ആഞ്ഞു വീശിക്കൊണ്ട് നടന്ന വ്യക്തി കൂടിയാണ് എം സ്വരാജ് എന്നുള്ളത് നാം മറക്കരുത്. കാരണം അങ്ങനെ രക്തസാക്ഷികളോട് ആ അർത്ഥത്തിൽ ഒരു പ്രണയം കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലിയോട്. തൻ്റെ നാട്ടിലെ കുഞ്ഞാലി എന്ന ആ തൊഴിലാളി വർഗ നേതാവ് MLA ആയിരിക്കുമ്പോൾ രക്തസാക്ഷിത്വം വരിച്ചതിനെ സംബന്ധിച്ച് നമ്മളെയൊക്കെ പ്രബുദ്ധമാക്കുന്നതിൽ വലിയ പങ്കാണ് സ്വരാജ് വഹിച്ചത് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്.